ജയ് ശ്രീരാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 12-ാം ഭാഗം. ആ 12-ാം ഭാഗത്തിൽ അധ്യായം 2 ആണ് നമ്മൾ കഴിഞ്ഞ തവണ അതിൻ്റെ ഒരു ആരംഭം കുറിച്ചത്. അത് ശ്രീരാമകൃഷ്ണദേവൻ പാനിഹാട്ടിയിൽ സന്ദർശനം നടത്തുന്നതാണ്. കഴിഞ്ഞ തവണ നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞതാണ്. ഈ പാനിഹാട്ടിയിൽ ശ്രീരാമകൃഷ്ണദേവൻ മണിസേനൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്നു. മണിസേനാണ് ശ്രീരാമകൃഷ്ണദേവനെ തൻ്റെ വീട്ടിലേക്ക് വരുത്തി അവിടെ ഉപചാരങ്ങൾ അർപ്പിച്ച് സ്വീകരിച്ചിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തത്. അപ്പോൾ മണിസേനൻ്റെ വീട്ടിൽ മണിസേനൻ്റെ ഗുരു കൂടിയായ നവദ്വീപ ഗോസ്വാമിയും അവിടെ ഉണ്ട്. അപ്പോൾ ഈ നവദ്വീപ ഗോസ്വാമിയും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്, ഒരു സത്സംഗമാണ് ഈ 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്. അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, നവദ്വീപ ഗോസ്വാമി തൻ്റെ മകനെ, മകൻ വളരെ യങ്ങാണ്, 15-16 വയസ്സുള്ള മകനാണ്. ആ മകനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തിയ ശേഷം പറഞ്ഞത്, ഞാൻ ഇവനെ ശാസ്ത്രാധ്യയനം നടത്താൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രാധ്യയനം, സയൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ ഇവ പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പം അത് ശാസ്ത്രാധ്യയനം നടത്തുന്നതിന് പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നവദ്വീപ ഗോസ്വാമി ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞത്. എന്നിട്ട് ഈ നവദ്വീപ ഗോസ്വാമി ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് പറയുന്നുണ്ട്. കാര്യം, ഈ ശാസ്ത്രാധ്യയനം നടത്താൻ, അതായത് ഈ വേദങ്ങളോ ഉപനിഷത്തുകളോ പഠിപ്പിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ കൽക്കട്ടയിൽ അപ്പോൾ ലഭ്യമല്ല. ആ പുസ്തകങ്ങളൊന്നുമില്ല, അങ്ങനെ പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവനെ വീട്ടിലിരുത്തി ഇത് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രയാസം നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു വാക്കാണ് നമ്മളിവിടെ അധികം ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത്, മാക്സ് മുള്ളർ തർജ്ജമ ചെയ്ത് അച്ചടിപ്പിച്ച ഋഗ്വേദം ഉൾപ്പെടെയുള്ള ആ പുസ്തകങ്ങളുടെ കോപ്പി ലഭിക്കും. അത് കിട്ടിയാൽ പഠിപ്പിക്കാൻ പറ്റും എന്നാണ്. നമുക്ക് ഭാരതത്തിൽ നമ്മുടെ വേദങ്ങളോ ഉപനിഷത്തുകളോ പഠിക്കാനായിട്ട് ഒരു ടെക്സ്റ്റ് ലഭ്യമാകുന്നില്ല എന്നാണ് അക്കാലത്ത്. ഇത് നടക്കുന്നത് 1883 കൂടെ ഓർക്കണം. 1883. ഈ മാക്സ് മുള്ളർ എന്ന് പറയുന്ന ജർമ്മൻകാരൻ, ആ ജർമ്മൻകാരനാണ് ഇത് പഠിപ്പിക്കാനായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ടെക്സ്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ജർമ്മൻകാരൻ്റെ പുസ്തകമാണ് തനിക്ക് ലഭ്യമാകേണ്ടത് എന്ന രീതിയിലാണ് മാക്സ് മുള്ളർ ഇതിനെക്കുറിച്ച്, ഈ നവദ്വീപ ഗോസ്വാമി ഇതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എത്രമാത്രമാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ്, നമ്മുടെ ഒരു ഗ്രന്ഥങ്ങൾക്ക് വരുന്ന അപജയം എത്രമാത്രമാണ് എന്നുകൂടെ ആലോചിച്ച് നോക്കും. ഒരു ജർമ്മൻകാരൻ്റെ പരിഭാഷയാണ് കിട്ടിയിരിക്കുന്നത്. ഭാരതത്തിലെ ഒരു യുവാവിന് ആ ഭാരതീയമായ സംസ്കൃതിയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, ആധ്യാത്മികതയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു യുവാവിന് അന്നത്തെ കാലത്ത് ലഭ്യമാകേണ്ടത് ഒരു ജർമ്മൻകാരൻ എഴുതിയ തർജ്ജമയെക്കുറിച്ചാണ്. അവിടെയാണ് നമ്മൾ ഈ ഭാഗമാണ് കുറച്ച് വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം മാക്സ് മുള്ളറെക്കുറിച്ച് വിവിധങ്ങളായ എതിർ അഭിപ്രായങ്ങളും ധാരാളമായി പ്രചരിക്കുന്നുണ്ട്. കാര്യം, മാക്സ് മുള്ളറുടെ പരിഭാഷകളൊന്നും ശരിയല്ല, തെറ്റാണ് എന്നൊക്കെ രീതിയിൽ. വസ്തുത എന്തോ ആയിക്കോട്ടെ, പലപ്പോഴും നമ്മളിപ്പോൾ നമ്മുടേതായ ഭാരതീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഭാരതീയമായ ഒരു സംസ്കൃതിയുടെ മൊഴിമാറ്റം നടക്കുമ്പോൾ, സ്വാഭാവികമായി ഒരു ജർമ്മൻകാരൻ അത് മൊഴിമാറ്റം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഏത് രാജ്യക്കാരനായാലും അത് മൊഴിമാറ്റം നടത്തുമ്പോൾ ഉണ്ടാകാവുന്നത് നമ്മുടേതായ ഒരു സംസ്കൃതിയുടെ
ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണമെന്നില്ല അവർ അത് അനുഭവിക്കുന്നത്. കാരണം നമ്മുടെ ഭാഷകളിൽ ഉണ്ടാകുന്ന ആ അന്തരാർത്ഥങ്ങളൊന്നും ചിലപ്പോൾ വിദേശ ഭാഷകൾക്ക് വഴങ്ങില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വീണാപ്പൂവ് ഇംഗ്ലീഷിലേക്ക്, മഹാകവി കുമാരനാശാൻ്റെ വീണാപ്പൂവ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാം. പക്ഷെ വീണാപ്പൂവ് തർജ്ജമ ചെയ്യുമ്പോൾ അതിലെ പല പദങ്ങളും ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ ആ അർത്ഥം കിട്ടില്ല. അതിലൊരു ഉദാഹരണം, അധിക തുങ്കപദം, ഹേ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര രാജ്ഞി കണക്കയെ ശോഭിച്ചിരുന്നു നീ എന്നാണ് അതിൻ്റെ തുടക്കം. ആ അധിക തുങ്കപദം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ആ വാക്കിന് സമാനമായ ഇംഗ്ലീഷ് പദമില്ല. എന്തിന്? വീണാപ്പൂവ് എന്നുള്ള ടൈറ്റിൽ, ആ ടൈറ്റിൽ പോലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷിലേക്ക്. നമുക്കെന്നല്ല, ഇംഗ്ലീഷുകാർക്ക്. വീണാപ്പൂവ് എന്നുള്ളതിന് പകരം ഫാളൻ ഫ്ലവർ എന്ന് ഇട്ടാൽ ആ അർത്ഥം വരില്ല. കാര്യം ആശാൻ അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആധ്യാത്മിക ആന്തരാർത്ഥത്തെ ഒരിക്കലും ഒരു പരിഭാഷകാരന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാ പരിഭാഷകൾക്കും ഈ പ്രശ്നമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് നമ്മുടേതായ ഒരു സംസ്കൃതിയെ മറ്റൊരു വിഭാഗത്തിന് പരിചയപ്പെടുന്ന തരത്തിൽ അതിൻ്റേതായ ഒരു ടെക്സ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതുണ്ടാകുന്നത് നല്ലതാണ്. കാര്യം ഇങ്ങനൊരു സംസ്കൃതിയെ പരിചയപ്പെടാൻ പറ്റും. കൂടുതൽ അതിൻ്റെ ആന്തരികാർത്ഥം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഭാഷ തന്നെ പഠിക്കണം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ഒറിജിനൽ അനുഭവിക്കണമെങ്കിൽ നമ്മളിതിപ്പോൾ മലയാള പരിഭാഷയാണ്, ഇംഗ്ലീഷ് പരിഭാഷയും വന്നിട്ടുണ്ട്. അപ്പോൾ ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, മലയാളം ഉൾപ്പെടെ ഇതര ഭാഷകളിലേക്കും ഉണ്ട്. പക്ഷേ ബംഗാളി ഭാഷയിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്വന്തം ഭാഷയിൽ എഴുതിയ ആ വാക്കുകൾ ഒരിക്കലും നമുക്ക് മലയാളത്തിലെ ഭാഷ കൊണ്ട് കിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. നമ്മുടെ ഈ വചനാമൃതം പോലും അങ്ങനെയാണ്. കാരണം ബംഗാളി ഭാഷയിൽ അവർ ഉപയോഗിക്കുന്ന ചില പദങ്ങൾക്ക് മലയാള ഭാഷ വരുമ്പോഴേക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ വ്യത്യാസം വരും, അർത്ഥതലം വ്യത്യാസം വരും, അനുഭവതലം വ്യത്യാസം വരും. രണ്ടും ഒരുപോലെ കണക്കാക്കണം. ഒരു ഭാഷയുടെ അർത്ഥതലവും അനുഭവതലവും അത് രണ്ടും അപ്പോൾ അത് ഒറിജിനൽ പഠിക്കണമെങ്കിൽ ബംഗാളി തന്നെ പഠിക്കണം. വചനാമൃതത്തിൻ്റെ ഒറിജിനൽ വായിക്കണമെങ്കിൽ, ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനാമൃതം വായ്മൊഴികൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ബംഗാളിയിൽ തന്നെ പഠിച്ച് വായിച്ചാലേ പറ്റൂ. അതാണ് അതിൻ്റെ അകത്തെ വ്യത്യാസം. അപ്പോൾ ഈ തരത്തിൽ ഉള്ള ഒരുപാട് ചേഞ്ചസ് ഈ മൊഴിമാറ്റത്തിലുണ്ടാകും. അതുകൊണ്ട് മാക്സ് മുള്ളറെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് സത്യം. ആ മാക്സ് മുള്ളറെ കുറിച്ച് എങ്ങനെയാണ് സ്വാമിജിക്ക്, വിവേകാനന്ദ സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണ് മാക്സ് മുള്ളറെ കുറിച്ച്? മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളും ജീവിതവും പകർത്തിയ ആളാണ്, പ്രസിദ്ധീകരിച്ച ആളാണ്. അദ്ദേഹത്തിന് 73 വയസ്സോ വരെ എങ്ങാണ്ടാണ് അദ്ദേഹം ആകെ ജീവിച്ചിരുന്നത്. അതിൽ 50 വയസ്സല്ല 50 വർഷം അദ്ദേഹം ഇത് തന്നെയാണ് ഈ ഗ്രന്ഥരചനയ്ക്കാണ് ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് ഭാരതീയ ഗ്രന്ഥരചനയ്ക്കാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ ഇതിൻ്റെ വോയിസ് കേൾക്കാം. കാര്യം ഇനി തുടർന്ന് വരുന്നത് വീഡിയോ അല്ല, ഓഡിയോ ആണ്. ദയവായി അതിൽ മാക്സ് മുള്ളറെ കുറിച്ച് ഉള്ള ആ വിശദാംശങ്ങൾ ആ ഓഡിയോയിൽ നിങ്ങൾ കേൾക്കണം. ഇനി നമുക്കത് കേൾക്കാം. ജയ് രാമകൃഷ്ണ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ 12ാം ഭാഗം ശ്രീരാമകൃഷ്ണ വചനാമൃതം 1ാം വോള്യത്തിൽ 12ാം ഭാഗം അധ്യായം 2 ആണ്. പാനിഘട്ടി മഹോത്സവത്തിനെ കുറിച്ചുള്ള ആ ഭാഗത്ത് 2ാം അധ്യായത്തിലാണ്
നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവിടുത്തെ ഒരു പ്രധാന വിഷയം നമ്മൾ പറഞ്ഞു വച്ചത് പാനിഘാട്ടിയിലെ ഒരു ഭക്തൻ മണിസേനൻ്റെ വീട്ടിലാണ് ഭഗവാൻ വന്നിരിക്കുന്നത് പാണിഘാട്ടി മഹോത്സവത്തോടനുബന്ധിച്ച്. അപ്പോൾ അവിടെ മണിസേനൻ്റെ ഗുരു നവദ്വീപ ഗോസ്വാമിയും ആ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച, മണിസേനൻ്റെ വീട്ടിലെ ഒരു കൂടിക്കാഴ്ചയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവിടുത്തെ പ്രധാന വിഷയം നവദ്വീപ ഗോസ്വാമിയുടെ മകനെ, അദ്ദേഹം ഒരു 16 യുവാവായ മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മകനെ ശാസ്ത്രാധ്യയനം ചെയ്യിക്കണം. അപ്പം ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ സയൻസ് എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. അപ്പം അതിനെന്താണ് ഒരു മാർഗം? വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ മകനെ പഠിപ്പിക്കണമെന്ന് ഈ നവദ്വീപ് ഗോസ്വാമിക്കുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള മാർഗമില്ല, ടെക്സ്റ്റില്ല. ഈ ഉപനിഷത്തുകളോ വേദങ്ങളോ പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റ് അന്ന് ലഭ്യമല്ല. അതാണ് പ്രധാനമായിട്ടും സംഭവിച്ചത്. അപ്പോൾ പിന്നെ എന്താണ് ഒരു വഴി എന്നങ്ങേര് നോക്കിയപ്പോൾ, നവദ്വീപ ഗോസ്വാമി നോക്കിയപ്പോൾ കിട്ടാവുന്ന ഒരു ടെക്സ്റ്റ് അയാൾ പറഞ്ഞത് മാക്സ് മുള്ളർ തർജ്ജമ ചെയ്ത അതാണ് അച്ചടിച്ച് കിട്ടിയിട്ടുള്ളത്. ഋഗ്വേദത്തെക്കുറിച്ച് മാക്സ് മുള്ളർ പരിഭാഷപ്പെടുത്തിയതുണ്ട്. അതേപോലെ ഉപനിഷത്തുകളെക്കുറിച്ച് മാക്സ് മുള്ളർ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഗ്രന്ഥങ്ങളെല്ലാം, ഇന്ത്യൻ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം മാക്സ് മുള്ളർ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട് അതുമ്മ. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റേ കിട്ടാനുള്ളൂ. അതുകൊണ്ട് അതാണിപ്പം മകനെ പഠിപ്പിക്കുന്നതെന്ന് ഗോസ്വാമി പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ 2ാം അധ്യായം കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അത് ഏറെ നമ്മളൊരു സത്സംഗത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിനകത്ത് മാസ്റ്റർ മഹാശയൻ ഒരു വരി പറഞ്ഞങ്ങ് പോയെന്നേ ഉള്ളൂ. പക്ഷെ അതൊരു വലിയൊരു ചർച്ചയുടെ ഭാഗമായി വരേണ്ട ഒരു പരാമർശമാണ് ആ വാക്ക് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അതേക്കുറിച്ച് കുറച്ച് വിശദമായി നമുക്ക് നോക്കാമെന്ന് തീരുമാനിച്ചത്. ഈ മാക്സ് മുള്ളർ, അതായത് ശ്രീരാമകൃഷ്ണദേവനേക്കാളും മാക്സ് മുള്ളർക്ക് 13 വയസ്സ് കൂടുതലുണ്ട്. ജർമ്മൻ സ്വദേശിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വചനാമൃതത്തിൽ ഈ ഭാഗം വായിക്കുന്നത് 1883 അപ്പോൾ ഇത് വായിക്കുന്ന ഈ വചനാമൃതത്തിലെ നമ്മൾ ഈ 12ാം ഭാഗത്ത് 2ാം അധ്യായത്തിൽ ഈ നവദ്വീപ ഗോസ്വാമിയും പാനിഘാട്ടി മഹോത്സവമൊക്കെ നടക്കുന്നത് 1883 എന്ന് മാസ്റ്റർ മഹാശയൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പരാമർശം നടക്കുമ്പോൾ, അതായത് ഈ പാനിഘാട്ടി മഹോത്സവം നടക്കുന്ന ആ സന്ദർഭത്തിൽ മാക്സ് മുള്ളർക്ക് 60 വയസ്സ് പ്രായമുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ 47 വയസ്സാണ്. അപ്പോൾ ഇനി ഇതുകൂടാതെ ഇനിയും 13 വർഷം കഴിഞ്ഞിട്ടാണ് സ്വാമി വിവേകാനന്ദൻ, സ്വാമിജി മാക്സ് മുള്ളറെ ലണ്ടനിൽ വച്ച് കാണുന്നത്. ഇനിയും 13 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 83 കഴിഞ്ഞിട്ട് 13 വർഷം കൂടെ. അപ്പോൾ 93, 94, 96, 1896 എഴുതിയ സ്വാമിജി എഴുതിയ കത്തുകളിലാണ് മാക്സ് മുള്ളറെ പരിചയപ്പെട്ടു എന്ന് കാണുന്നത്. 1896. അപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന സന്ദർഭം പാനിഘാട്ടി മഹോത്സവം കഴിഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞിട്ടാണ് സ്വാമിജി ഇദ്ദേഹത്തെ കാണുന്നത്. ഇതൊരു പശ്ചാത്തലമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്ന് ഈ മാക്സ് മുള്ളറെക്കുറിച്ച് നമ്മളിത് മനസ്സിലാക്കി വരുന്നതിന് ഒന്നാമത്തെ കാര്യം, ഈ മാക്സ് മുള്ളറെക്കുറിച്ച് ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. കാര്യം മാക്സ് മുള്ളർ ഭാരതീയമായ ആധ്യാത്മിക മേഖലയെ മോശം രീതിയിൽ അവതരിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ചിലയിടത്ത്. മറ്റു ചിലയിടത്ത് ഈ ഋഗ്വേദം ഉൾപ്പെടെയുള്ള ഉപനിഷത്തുകൾ ഉൾപ്പെടെയുള്ളത്
മാക്സ് മുള്ളർ തർജ്ജമ ചെയ്യുമ്പോൾ ഒരു ജർമ്മൻകാരൻ തർജ്ജമ ചെയ്യുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില പോരായ്മകൾ അതിന് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് അതൊരു ഒരു ഭാരതീയ ദർശനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭാരതീയൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് സ്വീകാര്യമാകുന്നതല്ല എന്നൊക്കെ ഇതൊക്കെ വാദമാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഇപ്പം സ്വാമി വിവേകാനന്ദൻ നമ്മോട് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ, മാക്സ് മുള്ളറുടെ മുന്നിൽ വെറും ഒരു അശുവാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. കാരണം ഒരു ഭാരതീയനായി ജനിക്കാത്ത മാക്സ് മുള്ളർ ഭാരതീയ ആധ്യാത്മികതയെ ഇത്രമാത്രം സ്നേഹിക്കുകയും ആ ഭാരതീയ ആധ്യാത്മികതയെ ഇത്ര വളരെയധികം പഠിക്കുകയൊക്കെ ചെയ്ത് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ ചെറുതായി പോകുന്നു എന്ന് സ്വാമിജി നേരിട്ട് കത്തുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവത്തിലെ കത്തുകളിൽ ഇതെല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്, അല്ല ഊഹാപോഹമല്ല. അപ്പോൾ സ്വാമിജിയുടെ കത്തുകളിലാണ് നമുക്ക് ഈ മാക്സ് മുള്ളറുടെ ചിത്രം ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഭാഗം വരുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് മാക്സ് മുള്ളർക്ക് നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ, ഇത് 60 വയസ്സാണ്. അപ്പോൾ ഈ 60 വയസ്സാകുമ്പോഴേക്കും ഋഗ്വേദമൊക്കെ അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ടെക്സ്റ്റാണ് കൽക്കട്ടയിലുള്ള ഈ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നൊക്കെയുള്ള നമുക്ക് ഊഹിക്കാം. അതാണല്ലോ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ മാക്സ് മുള്ളർക്ക് ഈ സമയത്തുണ്ടായ പുതിയൊരാഗ്രഹം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് എഴുതണം എന്നാണ്. കാരണം അദ്ദേഹം കേട്ടറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു സാഹചര്യം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതം നോക്കിക്കാണുമ്പോൾ ഉണ്ട് എന്ന് മാക്സ് മുള്ളർ വിശ്വസിച്ചിരുന്നു. ആ ഈശ്വരീയ ഭാവത്തെ മാക്സ് മുള്ളർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് എഴുതണം, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും എഴുതണം എന്ന് മാക്സ് മുള്ളർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ വചനാമൃതം ഇപ്പോൾ വായിച്ചു വരുന്ന ഈ 12ാം ഭാഗത്തിലെത്തുമ്പോൾ ഈ മാക്സ് മുള്ളറെക്കുറിച്ചുള്ള പരാമർശം നവദീപ് ഗോസ്വാമി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ സന്ദർഭമാണ്. മാക്സ് മുള്ളർ 1823 ജനിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ 1836. അതാണ് പറഞ്ഞ 13 വയസ്സ് മൂത്തതാണ് മാക്സ് മുള്ളർ. സ്വാമിജിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ, വിവേകാനന്ദ സ്വാമിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ മാക്സ് മുള്ളർക്ക് പ്രായം 73 വയസ്സുണ്ട്. 1896 കണ്ടുമുട്ടുമ്പോൾ മാക്സ് മുള്ളർക്ക് 73 വയസ്സുണ്ട്. സ്വാമിജിയുടെ പ്രായം വെറും 33 വയസ്സേ ഉള്ളൂ. അപ്പോൾ വളരെ യങ്ങാണ്. അപ്പോൾ മാക്സ് മുള്ളറുടെ ഒരു ബയോഡേറ്റ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം 1844 തന്നെ ഉപനിഷത്തിൻ്റെ തർജ്ജമ തുടങ്ങി. 1844 തന്നെ, അതായത് ഏതാണ്ട് അദ്ദേഹത്തിന് 20 വയസ്സ് ഉള്ളപ്പോൾ മുതൽ അദ്ദേഹം സാൻസ്ക്രിറ്റിനോട് അദ്ദേഹത്തിന് വലിയൊരു അടുപ്പമുണ്ടായി. സാൻസ്ക്രിറ്റ് പഠിക്കണം എന്നുള്ള വലിയൊരു താല്പര്യമുണ്ടായി. അപ്പോൾ ഏതാണ്ട് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളതിനിടയ്ക്കാണ് അദ്ദേഹം 20 വർഷം എടുത്താണ് ഈ സാൻസ്ക്രിറ്റ് പഠിക്കുന്നതും ഉപനിഷത്തുകളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചുമൊക്കെ ഋഗ്വേദത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നത് 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കാണ്. അപ്പോൾ സംസ്കൃതം റിസർച്ച് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ സംസ്കൃതം പഠിക്കാനായിട്ട് അദ്ദേഹം പോയത് പാരീസിലേക്കാണ്. പാരീസിൽ പോയിട്ട് യൂജിൻ ബെർണോഫ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറുടെ കീഴിലാണ് സംസ്കൃതം പഠിച്ചത്. പിന്നെയും 25 വർഷത്തെ ശ്രമം നോക്കൂ, 40 വയസ്സ് കഴിഞ്ഞ് പിന്നെയും 25 വർഷത്തെ ശ്രമം കൊണ്ടാണ് ഋഗ്വേദം തർജ്ജമ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 65ആയി.
ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ആകെപ്പാടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് 73 വയസ്സ് വരെയൊക്കെയാണ്. അതിൽ 65 വയസ്സ് വരെ അദ്ദേഹം ഇതിനു വേണ്ടി വിനിയോഗിച്ചു. സംസ്കൃതത്തിന് വേണ്ടിയിട്ടും ഉപനിഷത്തുകൾക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഋഗ്വേദത്തിൻ്റെ തർജ്ജമയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ, അതായത് ഭാരതീയ സംസ്കൃതിയും ആധ്യാത്മികതയും ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും എഴുതാനും അദ്ദേഹം ശ്രമം നടത്തി. ഇതിൻ്റെ പേരിലാണ് അദ്ദേഹം പോയി പാരീസിൽ പോയി പഠിച്ചെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പഠിക്കണമെങ്കിൽ, കുറേ കൂടെ ആഴത്തിലും വ്യക്തമായും പഠിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയാലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ പോയാൽ പഠിക്കണം എന്ന അക്കാലത്ത് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരാണ് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആ ബ്രിട്ടീഷുകാർ എവിടെയൊക്കെയാണോ ഭരണം നടത്തിയിട്ടുള്ളത് അവിടെ നിന്ന് കിട്ടുന്ന സാംസ്കാരികപരമായ എല്ലാ ഗ്രന്ഥങ്ങളും റിപ്പോർട്ടുകളും വിവരങ്ങളും എല്ലാം ഈ ബ്രിട്ടീഷുകാർ അടിച്ചു മാറ്റി അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം അവരുടെ നാട്ടിലേക്ക് മാറ്റി. ഇപ്പം ഈവൻ ഇന്ന് ഈ 2025 പോലും മനു എസ് പിള്ള, അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു ചരിത്രകാരനാണ്. ആ മനു എസ് പിള്ള ഇപ്പോൾ ഈ കാലത്ത് ജീവിക്കുന്ന 2025 കഴിഞ്ഞ 6-7 വർഷം കൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉൾപ്പെടെ, ശിവജിയുടെ ചരിത്രം ഉൾപ്പെടെ, ഇന്ത്യൻ ചരിത്രം ഉൾപ്പെടെ വളരെ ഗഹനമായി പഠിക്കുകയും ഒക്കെ ചെയ്ത വളരെ യങ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനും ഹിസ്റ്റോറിയനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടി ലണ്ടനിലാണ് സമയം ചെലവഴിച്ചത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കിട്ടണമെങ്കിൽ, തിരുവിതാംകൂറിൻ്റെ ചരിത്രവും ഇന്ത്യ ചരിത്രവും എല്ലാം കൃത്യമായി കിട്ടണമെങ്കിൽ, ഇതിൻ്റെ ലെറ്റേഴ്സും മറ്റ് ഡോക്യുമെൻറ്റ്സും എല്ലാം കിട്ടണമെങ്കിൽ ഇന്ന് ലണ്ടൻ മ്യൂസിയത്തിൽ പോയാലേ പറ്റുള്ളൂ. അവിടെയേ ഉള്ളൂ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്ന ഇന്ദുലേഖയുടെ ഒറിജിനൽ നമ്മുടെ കയ്യിലില്ല, അത് ലണ്ടൻ മ്യൂസിയത്തിലാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ദുലേഖയിൽ ഒരു അധ്യായം പോലുമില്ല. അത് അഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന അധ്യായത്തിൻ്റെ ഒറിജിനലും കൂടെ ചേർത്ത് ലണ്ടൻ മ്യൂസിയത്തിലാണ്. മാതൃഭൂമി ഒരിക്കൽ ഇന്ദുലേഖയുടെ ഒരു സ്പെഷ്യൽ പബ്ലിഷ് ചെയ്തപ്പോൾ ഈ അഡീഷണൽ വരുന്ന ഈ ഭാഗം കൂടെ ചേർത്ത് പബ്ലിഷ് ചെയ്തു. നോക്കൂ, അപ്പോൾ അതുപോലും ലണ്ടൻ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, ഇത് 1800-കളിൽ നമ്മുടെ മാക്സ് മുള്ളർ സംസ്കൃതം പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന മാക്സ് മുള്ളർ കൂടുതൽ അതിനെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഇന്ത്യൻ മിത്തോളജിയെക്കുറിച്ചും ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സ്വാഭാവികമായി അതിന് പറ്റിയ സ്ഥലം ഇംഗ്ലണ്ടിൽ പോവുക തന്നെയായിരുന്നു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോവുക തന്നെയായിരുന്നു. അങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ മാക്സ് മുള്ളർക്ക് ഇന്ത്യയുമായി ബന്ധം വരുന്നത്. നോക്കൂ, ഇന്ത്യയുമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് ഇയാൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇയാൾ ഈ സബ്ജക്റ്റിനെ മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ടുള്ളൊരു ഒരു ബന്ധമുണ്ടാകുന്നത്. എങ്ങനെയാണ് അത്? ബ്രഹ്മസമാജത്തിലെ ബ്രഹ്മസമാജത്തിൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്ന് കേശവചന്ദ്രസേൻ ഉൾപ്പെടെയുള്ളവർ ലണ്ടനിലൊക്കെ പോയി പഠിച്ചവരാണ്. പ്രതാപ് മജുംദാറും ലണ്ടനിൽ പഠിച്ചവരാണ്. അപ്പോൾ ഇവരൊക്കെ അന്നത്തെ കാലത്തെ ബ്രഹ്മസമാജത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന യൂത്തുകളാണ്, യങ് ലീഡേഴ്സാണ്. അവരുമായിട്ട് മാക്സ് മുള്ളർക്ക് ബന്ധമുണ്ട്. ഈ ബ്രഹ്മസമാജത്തെയാണ് മാക്സ് മുള്ളർ ആദ്യം ബന്ധപ്പെടുന്നത്. ഈ ബ്രഹ്മസമാജത്തിന് ബ്രിട്ടീഷ് ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനൊരു ബന്ധം ഉണ്ടാവാൻ കാരണം. രാജാ റാംമോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടാകുന്ന ഒരു ഫോർമേഷനായിരുന്നു യഥാർത്ഥത്തിൽ ബ്രഹ്മസമാജം. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഹ്മസമാജ അംഗങ്ങളെല്ലാം അക്കാലത്ത് ലണ്ടനിലും പോയിരുന്നു, പഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ വഴിയാണ് യഥാർത്ഥത്തിൽ മാക്സ് മുള്ളർക്ക് ഇന്ത്യയുമായിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടാകുന്നത്. ഡയറക്റ്റ് റിലേഷൻ, ഒരു ഇന്ത്യക്കാരനുമായിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻ. അങ്ങനെയാണ് മാക്സ് മുള്ളർ തൻ്റെ സംസ്കൃത പഠനവും വേദ പരിഭാഷയൊക്കെ
മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് പോരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി കത്തുകളിൽ മാക്സ് മുള്ളറെക്കുറിച്ച് സ്വാമിജി എഴുതിയത് നമുക്കൊന്ന് നോക്കാം. കത്തുകൾക്കുള്ളിൽ സ്വാമിജി യൂറോപ്പിൽ പോയ സന്ദർഭത്തിൽ യൂറോപ്പിൽ സ്വാമിജിയുടെ ലക്ഷ്യങ്ങളെ സഹായിച്ച ഒരാളുണ്ടായിരുന്നു. E.T. സ്റ്റർഡി എന്നാണ് അയാളുടെ പേര്. E.T. സ്റ്റർഡി. അപ്പോൾ സ്വാമിജി സ്റ്റർഡിക്ക് അയക്കുന്ന കത്തുകളിലാണ്, ആ കത്തുകളിൽ ഈ സ്റ്റർഡിയെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ വളരെ പ്രത്യേക തരത്തിലാണ്. സ്റ്റർഡിയെ മാത്രമാണ് സ്വാമിജി ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. കത്തുകളിൽ ഈ സ്റ്റർഡിയെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ അതിപ്രിയനെ എന്നാണ് ഉപയോഗിക്കുന്നത്. അതിപ്രിയനെ എന്ന്, ഡിയറസ്റ്റ് ഡിയർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമേൽ തനിക്ക് വേണ്ടപ്പെട്ടവനാണ് സ്റ്റർഡി എന്ന ആ സംബോധനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതിപ്രിയനെ, ഇതിൽ നിന്ന് ഇവർ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ആഴം. സ്റ്റർഡിക്ക് അയച്ച കത്തിലാണ് മാക്സ് മുള്ളറെക്കുറിച്ച് ആദ്യമായിട്ട് സ്വാമി ഒരു പരാമർശം നടത്തുന്നത്. സ്വാമി വിവേകാനന്ദൻ ആദ്യം പരാമർശം നടത്തുന്നത് സ്റ്റർഡിക്ക് അയച്ച കത്തിലാണ്. അതിങ്ങനെയായിരുന്നു: ഓക്സ്ഫോർഡിൽ ചെല്ലുന്ന പക്ഷം തനിക്ക് അവിടെ പ്രഭാഷണം നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് മാക്സ് മുള്ളർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, അപ്പോൾ അറിയിച്ചിട്ടേ ഉള്ളൂ. അത് ഈ ബ്രഹ്മസമാജത്തിൻ്റെ ആളുകൾ വഴിയൊക്കെയാണ് ഇങ്ങനെ സ്വാമിജി അവിടെ വന്ന കാര്യവും ഒക്കെ മാക്സ് മുള്ളർ ബോധ്യപ്പെടുന്നത്. കാരണം അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ സ്വാമിജി ചിക്കാഗോയിൽ അമേരിക്കയിൽ ചെന്നത് മുതലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുണ്ട്. കാരണം ചിക്കാഗോയിൽ മഹാസമ്മേളനത്തിന് സ്വാമിജി ചെല്ലുന്നുവെങ്കിലും അതിനു മുൻപേ തന്നെ അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച്, ഭാരതത്തെ പ്രതിനിധീകരിച്ച്, പ്രധാനമായും അന്ന് ആ സ്ഥാനം കൊണ്ട് ക്ഷണിക്കപ്പെട്ട, അതായത് പ്രധാന അതിഥി എന്നുള്ള നിലയിൽ ക്ഷണിക്കപ്പെട്ട ഒരാൾ പ്രതാപ് ചന്ദ്ര മജുംദാറാണ്. അദ്ദേഹമായിരുന്നു ബ്രഹ്മസമാജത്തിൻ്റെ ലീഡർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ പ്രതാപ് ചന്ദ്ര മജുംദാർ കുറച്ചുകൂടെ നേരത്തെ തന്നെ വെസ്റ്റേൺ ഫിലോസഫേഴ്സിൻ്റെ ഇടയിലൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലാണ് പിന്നീട് സ്വാമിജിയും ചിക്കാഗോ പ്രസംഗത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്ന ആ കഥയൊക്കെ നമ്മൾക്ക് നേരത്തെ അറിയാം. സ്വാമിജി എങ്ങനെയൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നതെന്നുള്ള കഥയൊക്കെ നമുക്കറിയാം. എന്തായാലും അവിടെ ആ പ്രതാപ് മജുംദാർ ഇരിക്കുന്ന അതേ വേദി, അതുപോലുള്ള ആ മഹത്വത്തിൽ ഇരിക്കുന്ന വേദിയിൽ തന്നെയാണ് സ്വാമിജി പ്രസംഗിച്ചതും. ആ പ്രസംഗമാണ് പിന്നീട് പ്രതാപ് ചന്ദ്ര മജുംദാർ ഒന്നും ചിത്രത്തിൽ പോലുമില്ല, ചരിത്രത്തിൻ്റെ ചിത്രത്തിൽ പോലും വന്നില്ല. വളരെ അടുത്ത് ആ ഭാഗം പരിശോധിക്കുന്നവർക്ക് മാത്രം കണ്ടെടുക്കാവുന്ന ഒരു പേര് മാത്രമായി മാറി പ്രതാപ് ചന്ദ്ര മജുംദാർ. അതേസമയം സ്വാമിജിയോ ലോകം മുഴുവൻ അറിയപ്പെടുന്ന, എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു മഹത് സന്യാസിയായി അറിയപ്പെട്ടു എന്നുള്ളതാണ് പ്രത്യേകത. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത്, അന്ന് ആ സമ്മേളനം അവിടെ നടക്കുമ്പോൾ ആ ഹാളിന് വെളിയിലുള്ള മറ്റൊരു ഹാളിൽ ഒരു കേരളീയനും ഉണ്ടായിരുന്നു, രാജാ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം ഈ ചിക്കാഗോ ഇവിടെ നടത്തിയിരുന്നു എന്നും കാണാം. അപ്പോൾ അതുകൊണ്ട് ഈ മാക്സ് മുള്ളർക്ക് പ്രതാപ് മജുംദാർ വഴി ഉണ്ടായ ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന ഇന്ത്യയിൽ നിന്ന് വന്ന സന്യാസി എന്നുള്ള നിലയിൽ വിവേകാനന്ദൻ എന്നുള്ള പേര് മാക്സ് മുള്ളർ കേട്ട് കഴിഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സന്യാസിയെ ഓക്സ്ഫോർഡിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ സ്വന്തം നിലയ്ക്ക് മാക്സ് മുള്ളർ തയ്യാറായത്. അതാണ് സ്വാമിജി സ്റ്റർഡിക്ക്, E.T. സ്റ്റർഡിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞത്, ഓക്സ്ഫോർഡിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ പ്രസംഗിക്കാനുള്ള സൗകര്യം ഒരുക്കിത്തരാമെന്ന് മാക്സ് മുള്ളർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം ഈ സ്റ്റർഡി എങ്ങനെയാണ് സ്വാമിജിക്ക് ഇത്രമേൽ അതിപ്രിയനായി മാറിയത്? അതിന് കാരണം ഇംഗ്ലണ്ടിൽ
സ്വീകരിച്ച് തൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് ഈ സ്റ്റർഡിയാണ് ആദ്യം. സ്റ്റർഡി ആണ് മാത്രമല്ല സ്റ്റർഡി നേരത്തെ ഭാരതീയ ദർശനങ്ങളിൽ ആകൃഷ്ടനായി കഴിഞ്ഞിരുന്ന ആളാണ് നേരത്തെ തന്നെ. സ്വാമിജിയുടെ സന്ദർശനത്തിനൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് നല്ല അവബോധമുണ്ടായിരുന്നൊരു വ്യക്തി കൂടിയാണ് ഈ സ്റ്റർഡി. അപ്പോൾ അതുകൊണ്ടാണ് സ്വാമിജിയോട് സ്റ്റർഡിക്ക് ഇത്തരത്തിലുള്ളൊരു വലിയ താല്പര്യം ഉണ്ടായത്. അപ്പോൾ ഈ സ്റ്റർഡി ഹിമാലയത്തിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, അൽമോറയിൽ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് സ്റ്റർഡി. അത്രമേൽ ഇതുള്ള ആളാണ്. ശിവാനന്ദ സ്വാമിയിൽ നിന്നാണ് സ്വാമിജിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ സ്റ്റർഡിക്ക് ലഭിക്കുന്നത്. ശിവാനന്ദ സ്വാമിയിൽ നിന്നാണ് സ്വാമിജിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ സ്റ്റർഡിക്ക് ലഭിക്കുന്നത്. അതാണ് സ്റ്റർഡി പിന്നീട് സ്വാമിജിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനുണ്ടായ ചില അടിസ്ഥാന കാരണങ്ങൾ അതാണ്. ഇനി അപ്പോൾ ഈ തരത്തിൽ മാക്സ് മുള്ളർ ഓക്സ്ഫോർഡിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 1896 മെയ് 8 സ്വാമിജി ഓക്സ്ഫോർഡിലെത്തിയത്. മെയ് 8 1896 മെയ് 8. അപ്പോൾ മാക്സ് മുള്ളറെ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ കത്തയച്ച പ്രകാരം മാക്സ് മുള്ളർ സ്വാമിജിയെ ക്ഷണിച്ചു. അങ്ങനെ സ്വാമിജി അവിടെ ചെല്ലുന്നത് 1896 മെയ് 8 അവിടെ ചെല്ലുന്നു. അങ്ങനെ മാക്സ് മുള്ളറെ ആദ്യമായി നേരിട്ട് കാണുന്നു. ഈ അതിനു മുമ്പ് തന്നെ മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവൻ്റെ പരമഭക്തനായിരുന്നു. അതാണ് വേറൊരു അത്ഭുതം. മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവൻ്റെ പരമഭക്തനായിരുന്നു അതിനേ മുമ്പേ. അപ്പോൾ ഒരു ശ്രീരാമകൃഷ്ണ ശിഷ്യൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ മാക്സ് മുള്ളർക്കുണ്ടാകുന്ന ഒരു താല്പര്യം എത്രയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മാക്സ് മുള്ളർ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നത്. സ്വാമിജിയുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ശ്രീരാമകൃഷ്ണ ഹിസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ് എന്ന് പറഞ്ഞ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പുസ്തകം, അങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്ന് മാക്സ് മുള്ളർ ആലോചിക്കുന്നത് സ്വാമിജിയുമായി സംസാരിച്ച ശേഷമാണ്. യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് മാക്സ് മുള്ളർ അറിയുന്നത് കേശവചന്ദ്രസേനൻ വഴിയാണ്. കേശവചന്ദ്രസേനൻ ലണ്ടനിലാണ് പഠിച്ചത്. അപ്പോൾ ആ ബന്ധം നേരത്തെ ഉള്ളതാണ്. അപ്പോൾ കേശവചന്ദ്രസേനൻ വഴിയാണ് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് മാക്സ് മുള്ളർക്ക് ശ്രീരാമകൃഷ്ണദേവനിൽ ഇത്രമാത്രം ഒരു ആഭിമുഖ്യം ഉണ്ടാകാൻ കാരണം എന്നുള്ളത് ഒരു വിചിത്ര സംഗതിയാണ്. കാരണം ഈ കേശവചന്ദ്രസേനൻ ബ്രഹ്മസമാജത്തിൻ്റെ ലീഡറാണ്, അനിഷേധ്യനായ ലീഡറാണ്. ആ ബ്രഹ്മസമാജം ലീഡർ എങ്ങനെയാണ് ആ കേശവചന്ദ്രസേനനിൽ ഈ മാറ്റമുണ്ടാക്കിയത്? അതാണ് മാക്സ് മുള്ളറെ അത്ഭുതപ്പെടുത്തിയത്. മാക്സ് മുള്ളർ അറിയുന്ന കേശവചന്ദ്രസേനനെ അല്ല പിന്നീട് കാണുന്നത്. മാക്സ് മുള്ളർ പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്ത കാലത്തെ ആ വ്യക്തിയെ അല്ല കേശവചന്ദ്രസേനൻ പിന്നീട്. അപ്പോൾ കേശവചന്ദ്രസേനനിൽ ഈ മാറ്റം വന്നത് എങ്ങനെയെന്ന് മാക്സ് മുള്ളർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ശ്രീരാമകൃഷ്ണ പരമഹംസനെക്കുറിച്ച്. അപ്പോൾ അത്രമേൽ ഒരു കേശവചന്ദ്രസേനെ മാറ്റാൻ തക്ക വിധം ഇത്രയും ശക്തിവിശേഷമുള്ള ആ വ്യക്തി ആര് എന്ന് മാക്സ് മുള്ളർക്ക് ഒരു അത്ഭുതം തോന്നി, അതൊന്നറിയണമെന്ന് തോന്നി. അതാണ് ഇവിടെ ആ വ്യക്തിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ തയ്യാറാകാൻ മാക്സ് മുള്ളർ തയ്യാറായത്. ഈ മാക്സ് മുള്ളറുടെ വീട്ടിലേക്ക്, അപ്പോൾ ഇത്തരം ചർച്ച നടക്കുന്നതിന് മാക്സ് മുള്ളറുടെ വീട്ടിലേക്ക് വിവേകാനന്ദ സ്വാമി പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വിവേകാനന്ദ സ്വാമി അവിടെ ചെന്നപ്പോൾ ആ വീടിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമി തന്നെ പിന്നീട് ഒരു കത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ധാരാളം പൂമരങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു വലിയ വളപ്പിനുള്ളിൽ ഒരാശ്രമമെന്ന് തോന്നിപ്പിക്കുന്നത് പോലുള്ള വീടാണെന്നാണ് പറഞ്ഞത്. ഒരു ഭാരതീയ സന്യാസിയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ആംബിയൻസാണ് മാക്സ് മുള്ളറുടെ വീട്. മാക്സ് മുള്ളർക്ക് അപ്പോൾ 70 വയസ്സായെങ്കിലും മുഖത്തെ പ്രകാശം ഒരു യുവാവിനെ പോലെ ആയിരുന്നു എന്ന് സ്വാമിജി ഓർക്കുന്നുണ്ടപ്പോൾ.
പിന്നീട് ആ കത്തിൽ ഭാരതത്തിലേക്ക് അയച്ച കത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. രാമകൃഷ്ണാനന്ദ സ്വാമികൾക്ക് അയച്ച കത്താണത്. ശശി മഹാരാജിന് അയച്ച കത്തിലാണ് പറഞ്ഞത്, ഒരു തേജസ്വിയായ യുവാവിനെ പോലെ ആയിരുന്നു 70-കാരനായ മാക്സ് മുള്ളർ എന്നാണ് എഴുതിയിരുന്നത്. എന്നിട്ട് മാക്സ് മുള്ളറെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുള്ളത്, ഈ മാക്സ് മുള്ളർ ജർമ്മൻകാരനാണെങ്കിലും ജർമ്മൻ ഭാഷയിൽ അങ്ങേര് ഒന്നും എഴുതിയിട്ടില്ല. അങ്ങേര് എഴുതിയത് മുഴുവൻ ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ചും ഇന്ത്യൻ ആധ്യാത്മിക ചരിത്രത്തെക്കുറിച്ചുമൊക്കെയാണ്. നമ്മുടെ ഈ റിച്വൽസിനെ കുറിച്ചുമൊക്കെയാണ് കൂടുതലായിട്ട് ഇയാൾ എഴുതിയത്. ജർമ്മൻ ഭാഷയിൽ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങേരുടെ റിസർച്ച്, അങ്ങേര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് റിസർച്ച് നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അയാൾ എഴുതിയ പുസ്തകം, ആ എഴുതിയ പേപ്പർ ഇന്ത്യ വാട്ട് ക്യാൻ ഇറ്റ് ടീച്ച് അസ്, ഇന്ത്യ എന്താണ് ഇന്ത്യക്ക് നമ്മളെ പഠിപ്പിക്കാനുള്ളത്, ഇന്ത്യ വാട്ട് ക്യാൻ ഇറ്റ് ടീച്ചസ് അസ് എന്ന ഒരു രചന മാക്സ് മുള്ളറുടേതായിട്ട് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള കാലത്ത് വന്നിട്ടുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ പരമാവധി വളർച്ച പ്രാപിച്ച ഒരു പ്രദേശം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ് എന്ന് മാക്സ് മുള്ളർ അതിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ലോകത്തെ ഇന്ത്യ പഠിപ്പിക്കുന്നത്. എന്താണ് ഇന്ത്യ വാട്ട് ക്യാൻ ഇറ്റ് ടീച്ചസ് എന്ന് പറയുന്നതിൽ മാക്സ് മുള്ളർ അടിവരയിട്ട് എഴുതിയ ഒരു വാചകം അതാണ്. മനുഷ്യ മനസ്സിൻ്റെ പരമാവധി വളർച്ച പ്രാപിച്ച ഒരു പ്രദേശം ഭൂമിയിലുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണെന്നാണ് മാക്സ് മുള്ളർ എഴുതിയത്. പിന്നെയും ഭാരതീയ ദർശനത്തെക്കുറിച്ച് ബഹുമാനം കൊണ്ട്, ഭാരതീയ ദർശനത്തിനുള്ള ബഹുമാനം കൊണ്ട് മാക്സ് മുള്ളർ പിന്നീട് ദ സേക്രഡ് ബുക്ക് ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്ന ഏതാണ്ട് 50 വോള്യം വരുന്ന പുസ്തകമാണത്. അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ പലര് കൈകാര്യം ചെയ്ത പുസ്തകം, പലരും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, പലരും എഴുതിയ പുസ്തകങ്ങൾ, പല ആളുകളുടെ റിസർച്ചുകളുടെ ഒരു എന്താ പറയുക ഒരു മൊത്തത്തിൽ ചേരുന്നതാണ് ആ പുസ്തകം. അല്ല ഒരു മാക്സ് മുള്ളർ മാത്രമായിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ആ പുസ്തകം മാക്സ് മുള്ളർ നേരിട്ട് എഴുതിയ പുസ്തകവും അല്ല, അത് പല നിരീക്ഷണങ്ങൾ കമ്പൈൽ ചെയ്തൊരു പുസ്തകമാണ്. ഏതാണ്ട് 50 വോള്യത്തിൽ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ആ 50 വോള്യത്തിൽ 15 വോള്യം എഡിറ്റ് ചെയ്തത് മാക്സ് മുള്ളറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാക്സ് മുള്ളറെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സ്വാമിജിയുടെ കത്തുകളിലൂടെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു മാക്സ് മുള്ളറെയാണ്. നോക്ക്, മാക്സ് മുള്ളർ എങ്ങനെയൊക്കെ വന്നിട്ടും ഒരിക്കൽ പോലും ഇന്ത്യ സന്ദർശിക്കണമെന്ന് തോന്നിയില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇത്രയും ഇന്ത്യക്ക് വേണ്ടി എഴുതിയ, ഇതുപോലെ ഇന്ത്യയെക്കുറിച്ച് ഗവേഷണം നടത്തിയ, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് അത്രമേൽ പഠിക്കാൻ തയ്യാറായ ഒരു വ്യക്തി ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നതേയില്ല. അതെന്തുകൊണ്ട് വന്നില്ല എന്ന് പിന്നീട് മാക്സ് മുള്ളർ പറയുന്നുണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. സ്വാമിജി ഇദ്ദേഹത്തെ വിളിച്ചത് പാശ്ചാത്യ സായണൻ എന്നാണ്. സ്വാമിജി ഇദ്ദേഹത്തെ വിളിച്ചത് പാശ്ചാത്യ സായണൻ. ഇപ്പോൾ മാക്സ് മുള്ളറെക്കുറിച്ച് ഭാരതത്തിൽ ചില എതിർ അഭിപ്രായങ്ങൾ അപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ. എന്നാൽ സ്വാമിജി പറഞ്ഞത് മാക്സ് മുള്ളർക്ക് ഭാരതത്തോടുള്ള സ്നേഹത്തിൻ്റെ 100-1 എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. അതിൽ 100-1 എനിക്കുണ്ടായിരുന്നെങ്കിൽ, മാക്സ് മുള്ളർക്ക് ഭാരതത്തോടുള്ള സ്നേഹത്തിൻ്റെ 100-1 എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. അതിന് കാരണം 50 വർഷത്തിലേറെ ഭാരതീയ ദർശനങ്ങൾ പഠിക്കാനാണ് മാക്സ് മുള്ളർ തൻ്റെ ജീവിതം വിനിയോഗിച്ചത്. ഒരാളുടെ ആയുസ്സിൻ്റെ 3/4 പങ്ക്, ഏതാണ്ട് 73-75 വയസ്സ് വരെ അദ്ദേഹം 76 വയസ്സ് അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. അതിൽ 50 വർഷം ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് പഠിക്കാനാണ് ഒരാൾ ഉപയോഗിച്ചത്. ഇന്ത്യയിൽ വരാത്ത ഒരാൾ, ജർമ്മൻകാരനായ ഒരാൾ, പഠിച്ചത് പാരീസിലും ലണ്ടനിലും ഇരുന്ന്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം, നോക്കൂ, ജീവിതകാലം മുഴുവൻ. അത് ഏത് വർഷം? 1890-കൾക്ക് അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആ അവതാര ലീലാ കാലത്താണിത് യൂറോപ്പിൽ നടക്കുന്നത്. നമുക്കപ്പോൾ ഒരു അവതാരം ഒരിടത്ത് വരുമ്പോൾ
ആ അവതാര സ്ഥലത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ ഇങ്ങനെ അനുരണനങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മാക്സ് മുള്ളർ. അത് അവസാനം ആ ഒഴുകി 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 ശ്രീരാമകൃഷ്ണ പരമഹംസനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരത്തിന് 10 വർഷം മുമ്പേ 13 വർഷം മുമ്പേ ജനിക്കുന്നു. സമ്പൂർണ്ണമായി ഭാരതത്തിൻ്റെ ദർശനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു. ആ ദർശനങ്ങളെല്ലാം പഠിച്ച് അവസാനം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ കാൽക്കൽ വന്നണയുകയാണ് ആ വ്യക്തിത്വം. അങ്ങനെ അവസാനം എഴുതിയ അല്ലെങ്കിൽ മാക്സ് മുള്ളർ എഴുതിയെന്ന് പറയാവുന്നതിൽ ഏറ്റവും മഹത്തരമായ ഒരു ഗ്രന്ഥം ലൈഫ് ടീച്ചിങ്സ് ഓഫ് ശ്രീരാമകൃഷ്ണ എന്നുള്ളതാണ്. ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ശ്രീരാമകൃഷ്ണ എന്നുള്ളതാണ്. അപ്പം ആ പാദത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആ അവതാരത്തിൻ്റെ ശക്തി അങ്ങനെ നമ്മളിതിനെ കാണേണ്ടത്. അവതാരത്തിൻ്റെ ആ ശക്തി എങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ ഓരോ ഭാഗത്തെത്തി പ്രവർത്തിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അനുരണനങ്ങൾ ഈ ലോകം മുഴുവനും വ്യാപിക്കുന്നത്. കമാർപുക്കൂറിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ദക്ഷിണേശ്വരത്തെ ഒരു കാളിക്ഷേത്രത്തിലെ ഒരു മുറിയിലിരുന്നു കൊണ്ട് ലോകം മുഴുവനും സാമ്രാജ്യം മുഴുവൻ കീഴടക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തി. നോക്ക്, എവിടെയൊക്കെയാണ് ആളുകൾ ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അത്ഭുതം തന്നെയാണത്. അത്രയും വലിയൊരു നമുക്കൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. മഹാമുനി എന്നാണ് വിവേകാനന്ദൻ മാക്സ് മുള്ളറെ വിളിച്ചതൊടുവിൽ. മഹാമുനി എന്നാണ്. ഇതിലേറ്റവും വിചിത്രമായ സംഗതി അദ്ദേഹം പറഞ്ഞ പോലെ സ്വാമിജി വിവേകാനന്ദൻ മാക്സ് മുള്ളറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മാക്സ് മുള്ളർ ഇന്ത്യയിലേക്ക് വരാത്തത് എന്നുള്ളതിൻ്റെ പരാമർശമാണ്. ഇതെല്ലാം സ്വാമിജി എഴുതിയ കത്തുകളാണ് കേട്ടോ. ഇത് സ്വാമിജി രാമകൃഷ്ണൻ സ്വാമിക്കും അളസിംഗപ്പെരുമാളിനും സ്റ്റർഡിക്കും ഒക്കെ എഴുതിയ കത്തുകളാണിത്. ആ കത്തുകൾക്കുള്ളിലാണ് ഈ അടങ്ങിയിരിക്കുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും പകർത്തി എഴുതിയ, സ്വാമിജി നേരിട്ട് എഴുതിയ കത്തുകളാണ് ഇതൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ സ്വാമിജി മാക്സ് മുള്ളറെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം എന്ന് ക്ഷണിക്കുകയാണ്. അപ്പോൾ മാക്സ് മുള്ളർ അതിന് പറഞ്ഞ മറുപടി, ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഒരിക്കലും മടങ്ങുകയില്ല. എൻ്റെ മരണം അവിടെ സംഭവിക്കും. ഇന്ത്യൻ സംസ്കൃതിയെ ഇത്രമേൽ ആരാധിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, ഇന്ത്യൻ സംസ്കൃതിയെ ഇത്രമേൽ ആരാധിക്കുന്ന ഒരാളെന്ന നിലയിൽ അത് ഇന്ത്യയുടെ മണ്ണിൽ ഞാൻ ചവിട്ടിയാൽ, ഇന്ത്യയെ ഞാൻ നേരിട്ട് കണ്ടാൽ, അതിലുപരി ഹിമാലയത്തെ നേരിട്ട് കണ്ടാൽ പിന്നെ എൻ്റെ ജീവൻ ഒരു നിമിഷം പോലും നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. നോക്കൂ, അപ്പോൾ ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇന്ത്യൻ മണ്ണിൽ തൊട്ടുപോയാൽ തൻ്റെ ജീവൻ വെടിഞ്ഞു പോകും എന്ന് അത്രമേലാണ് ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഇന്ത്യയെക്കുറിച്ചുള്ള മാക്സ് മുള്ളറുടെ കാഴ്ചപ്പാട്. ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഒരു ലേഖനം മാക്സ് മുള്ളർ എഴുതി വച്ചിരുന്നു നേരത്തെ. ഈ നമ്മുടെ കേശവചന്ദ്ര സേനൊക്കെ ഉണ്ടായ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അതറിഞ്ഞുകൊണ്ട് മാക്സ് മുള്ളർ ഒരു ലേഖനം ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതി വച്ചിരുന്നു. സ്വാമിജിയെ കാണുമ്പോൾ അത് എഴുതി വച്ചിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, എഴുതി വച്ചിട്ടേ ഉള്ളൂ. അപ്പം 19th സെഞ്ച്വറി എന്ന മാഗസീനിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ് മുള്ളർ അത് എഴുതി വെച്ചത്. 19th സെഞ്ച്വറി എന്നുള്ളൊരു മാഗസീനുണ്ട്, അപ്പോൾ യൂറോപ്പിൽ. അതിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഒരു ലേഖനം എഴുതി വച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന ആഗ്രഹമാണ് മാക്സ് മുള്ളർ സ്വാമിജിയോട് പറഞ്ഞത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ലേഖനം പ്രസിദ്ധീകരിക്കട്ടെ, പക്ഷേ അതിനേക്കാൾ മെച്ചമായ രീതിയിൽ നമുക്കൊരു വലിയ ഗ്രന്ഥം, ബൃഹത്തായൊരു ഗ്രന്ഥം ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതാം എന്ന് സ്വാമിജി സമ്മതിക്കുകയും അതിൻ്റെ എല്ലാ ചുമതലയും, മാക്സ് മുള്ളറെ സഹായിക്കാനുള്ള എല്ലാ ചുമതലയും ഏർപ്പെടുത്തിയത് ശാരദാനന്ദ സ്വാമികളെയാണ്. കാരണം ശാരദാനന്ദ സ്വാമികളെപ്പോഴേക്കും ഈ ലീലാമൃതത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് പറയാൻ.
അതുകൊണ്ട് സ്വാമിജി ശാരദാനന്ദ സ്വാമികളെ നിയോഗിച്ചു. മാക്സ് മുള്ളർക്ക് ആവശ്യമായ എല്ലാ ഡേറ്റാസും ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും വിശ്വാസയോഗ്യമായ ഒരാളായിട്ട് ശാരദാനന്ദ സ്വാമികളെയാണ് മാക്സ് മുള്ളർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എറർ വരാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് സ്വാമിജി അത് ചെയ്തത്. സ്വാമിജി നോക്കണം, ഇനിയും നമ്മൾ കണ്ടുപോകുമ്പോൾ അറിയാം സ്വാമിജി എത്രമാത്രം വിജിലൻ്റായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്വാമിജി എടുത്ത എഫർട്ട് ഗംഭീരമാണ്. മാക്സ് മുള്ളർ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ സ്വാമിജി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ശൈലി കണ്ടാൽ എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം ഇത്രമേൽ ഉയർത്തിക്കൊണ്ടുവരാൻ സ്വാമിജിക്ക് കഴിഞ്ഞത് എന്നുള്ളത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാവും. അതിൻ്റെ പിന്നിലുള്ള എഫർട്ട് അത് വ്യക്തമാവുന്നുണ്ട് ഇനി പോകുമ്പോൾ. എന്തൊക്കെയാണ് ഈ ഒരു വാക്ക് കേട്ടത്, ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി സ്വാമിജി ചെയ്ത അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ ഒരു ഫോളോ അപ്പ്, അതിന് വേണ്ടി അറേഞ്ച് ചെയ്ത മറ്റു കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ ഒരാൾ ചെയ്യും? കാര്യം ഇതിനിടയിൽ സ്വാമിജിക്ക് സമയമില്ല, പ്രഭാഷണങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രഭാഷണങ്ങൾ, ഒട്ടും സമയമില്ല. ഇതിനിടയ്ക്ക് കത്തുകൾ എഴുതണം, ലേഖനങ്ങൾ എഴുതണം, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടണം, ബലൂർ മഠമായിട്ട് ബലൂരിലെ അവരുമായിട്ട് ബന്ധപ്പെടണം. ബലൂരിലല്ല, അപ്പോൾ അന്ന് ഇവിടെ ബരാനഗറിലാണ്, അപ്പോൾ അങ്ങോട്ട് ബന്ധപ്പെടണം. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കണം. ചെന്നൈയിലൊക്കെ ആ സമയത്ത് ഇതിനു വേണ്ട ഭക്തസംഘടനകളൊക്കെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നൊരു സ്വാമിജിയാണ് മാക്സ് മുള്ളർക്ക് വേണ്ടി ഈ പുസ്തകരചനയ്ക്ക് വേണ്ടി അദ്ദേഹം ഏർപ്പാടാക്കിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലാനിങ് എത്ര ഗംഭീരമാണെന്ന് നമുക്ക് ഇനി കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്നിട്ട് സ്വാമിജി ഇത് കേട്ടപ്പോൾ ഇനി അടുത്ത് ശാരദാനന്ദ സ്വാമിയെ ഇത് ഏൽപ്പിച്ചതിന് ശേഷം ഉടൻ തന്നെ രാമകൃഷ്ണാനന്ദ സ്വാമികൾക്കൊരു കത്തെഴുതി. അത് 1896 ജൂൺ 24 ലണ്ടനിൽ നിന്ന് സ്വാമിജി രാമകൃഷ്ണാനന്ദ സ്വാമികൾക്കൊരു കത്തെഴുതി. അപ്പോൾ ആ കത്ത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ശശി, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് മാക്സ് മുള്ളർ ഒരു ലേഖനം അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. സ്വാമിജി ആ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കുകയാണ്. അതായത് അടുത്ത മാസം 19th സെഞ്ച്വറിയിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ളൊരു പ്രസംഗം ഒരു ലേഖനം വരുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് മാക്സ് മുള്ളർ ഒരു ലേഖനം അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. അദ്ദേഹം ഭഗവാന്റെ മറ്റൊരു ജീവചരിത്രം എഴുതാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം അദ്ദേഹം ആവശ്യപ്പെടുന്നു. നിങ്ങളതെല്ലാം ക്രമപ്പെടുത്തി അയച്ചു കൊടുക്കണം. അപ്പം ഭാരതത്തിൽ നിന്ന് ഇത് മുഴുവൻ ക്രമപ്പെടുത്തി അയച്ചു കൊടുക്കാനുള്ള ചുമതല ഉടൻ തന്നെ രാമകൃഷ്ണാനന്ദ സ്വാമികളെ ഏൽപ്പിച്ചു. നോക്കൂ, അപ്പോൾ ലണ്ടനിൽ ശാരദാനന്ദ സ്വാമികളെ ഏൽപ്പിക്കുന്നുണ്ടൊരു ഭാഗം, രാമകൃഷ്ണാനന്ദ സ്വാമികളെ മറ്റൊരു ഭാഗം ഏൽപ്പിക്കും, അതിൻ്റെ അവിടെ നിന്നുള്ള ഡീറ്റെയിൽസൊക്കെ അയക്കാനായിട്ട്. എന്നിട്ട് പറയുന്നത്, രാമകൃഷ്ണാനന്ദ സ്വാമികൾക്ക് കൊടുക്കുന്ന ആ നിർദ്ദേശമാണ് ഏറ്റവും രസകരം. നിങ്ങൾ അതെല്ലാം ക്രമപ്പെടുത്തി അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞതിനാണ് പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ മാറ്റർ കളക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഭഗവാൻ ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കളക്ട് ചെയ്ത് അയക്കാവൂ. ഏതയക്കരുത്? പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നാടൻ പ്രയോഗങ്ങൾ ഒരിക്കലും അയച്ചു കൊടുക്കരുത്. കാര്യം അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് തെറ്റായിപ്പോവും. ഭഗവാൻ നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുപോലും മാക്സ് മുള്ളർക്ക് അയച്ചു കൊടുക്കരുത്. കാരണം അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്താൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. എന്തൊക്കെയാണ് ആ നാടൻ വാക്കുകളുടെ ചില ഉദാഹരണം പറയുന്നുണ്ട്. വെളിക്ക് പോവുക, ആ വാക്ക് അയക്കരുത്. മൂത്രമൊഴിക്കുക, അത് അയക്കരുത്. നോക്കണം, ഭഗവാൻ പറഞ്ഞിട്ടുള്ള പല ഭാഗങ്ങളിലും ഈ വാക്കുകൾ നിരന്തരം വരും. തുപ്പുക, അതൊന്നും ഒരിക്കലും ആ വാക്കേ അയച്ചു കൊടുക്കരുത്. തുപ്പുക. പിന്നെ എടി പെണ്ണെ എന്ന് വിളിക്കുന്നത് പോലുള്ള ഒരു ഭാഷയും അയച്ചു കൊടുക്കരുത്. നോക്കി, അപ്പോൾ എന്തയച്ചു കൊടുക്കണം എന്നുള്ളതിന് ഒരു വിവാൻ സ്വാമിയുടെ ഒരു എഡിറ്റർഷിപ്പ് കണ്ടില്ലേ? ആ വാക്കുകൾ വരെ സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കുക. എടി പെണ്ണെ എന്ന തുടങ്ങിയ വാക്കുകളൊന്നും അയച്ചു കൊടുക്കരുത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വാമിജി ആ കത്തിൽ എഴുതിയതാണ് നമ്മളും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാമിനി കാഞ്ചനം എന്ന് ഭഗവാൻ കൂടെ പറയുന്നുണ്ട്. അത് ആ രൂപത്തിൽ അയച്ചു കൊടുക്കരുത്. അതിനെ കാമകാഞ്ചനം, അതായത് ലെസ്റ്റ് ആൻഡ് ഗ്രീഡ്. കാമിനി കാഞ്ചനം എന്ന് അയച്ചു കൊടുത്താൽ ഇവിടെ ഇംഗ്ലീഷുകാരത് തെറ്റിദ്ധരിക്കും. കാരണം അവർ സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണത്.
അപ്പോൾ ആ സ്ത്രീകളെ അപമതിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷാഘടനയും അവരുപയോഗിക്കില്ല. ഇവിടെ കാമിനി കാഞ്ചനം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ, സ്ത്രീയും സമ്പത്തും എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ആ വാക്കിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് അത് കാമകാഞ്ചനം എന്ന് തിരുത്തണം. അതാണ് നമ്മൾ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ കാമിനി കാഞ്ചനം എന്ന് കാണുമ്പോൾ ആ അർത്ഥത്തിൽ എടുക്കരുതെന്ന് പിന്നീട് നമ്മളത് വായിക്കുന്ന ഭാഗങ്ങളെല്ലാം ആ തരത്തിൽ തിരുത്തിയാണ് വായിക്കപ്പെടേണ്ടത്. കാമകാഞ്ചനം എന്നാക്കണം. അപ്പോൾ ഭഗവാന്റെ സർവ ജനനീ ഭാവമാണ് പ്രകടമാക്കേണ്ടത്. ഇനി ഭഗവാനെക്കുറിച്ചൊരു പിക്ചറാണ് കൊടുക്കുന്നതെങ്കിൽ സർവജനനീ ഭാവമാണ് പ്രകടമാക്കേണ്ടത്. എന്നിട്ട് അവസാനം എഴുതി ഈ കത്ത് മറ്റാരെയും കാണിക്കരുത്, അങ്ങനെയും കൂടെ എഴുതി. ഞാനിപ്പോൾ ഈ അയച്ച കത്ത് ഒരു കാരണവശാലും മറ്റാരെയും കാണിക്കരുത്. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് പ്രൊഫസർ മാക്സ് മുള്ളർ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ട് എന്ന മേൽവിലാസത്തിൽ ഉടനെ അയക്കണം. നമുക്കൊരു എഡിറ്റർഷിപ്പിൻ്റെ ഒരു ശക്തി ഗംഭീരം. മാക്സ് മുള്ളർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ലണ്ടനിൽ ശാരദാനന്ദ സ്വാമികളുണ്ട്. ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് കാര്യങ്ങൾ അയക്കാൻ രാമകൃഷ്ണാനന്ദ സ്വാമികളുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടാണ് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഉപദേശങ്ങളും എന്ന പുസ്തകം, ശ്രീരാമകൃഷ്ണ ഹിസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ് എന്ന പുസ്തകം മാക്സ് മുള്ളർ എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ ഇത്രയും പ്രയത്നങ്ങളും സ്വാമിജിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. രാമകൃഷ്ണാനന്ദ സ്വാമിക്ക് ജൂണിൽ എഴുതിയ കത്തിന് ശേഷം ആഗസ്റ്റിൽ E.T. സ്റ്റർഡിക്ക് എഴുതിയ കത്തിൽ സ്വാമിജി പറയും. അപ്പോൾ ജൂണിലാണ് നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കത്ത്, ഈ വിവരങ്ങളൊക്കെ അയച്ചത് ജൂണിലാണ്. അതേസമയം സ്റ്റർഡിക്ക് ജൂൺ കഴിഞ്ഞ ആഗസ്റ്റിലാണ് E.T. സ്റ്റർഡിക്ക് വേറൊരു കത്ത് അയക്കുന്നത്. വീണ്ടും ആ കത്തിലൂടെയും വീണ്ടും വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ കൊണ്ട് തീരുന്നതല്ല ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അപ്പോൾ നമുക്കത് അടുത്ത തവണത്തേക്ക് ബാക്കി മാറ്റിവെക്കാം. ഇപ്പം മണി 8 സ്ഥപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. ഇദ്ദേഹത്തിന്റെ നല്ല വശം കണ്ടില്ല. ഇവിടെ ഒരുപാട് പേര് പറയുന്നതൊക്കെ ഈ വളരെ നിശ്ചിതമായിട്ട് മനസ്സുകളെ വിമർശിക്കുന്ന കേൾക്കുന്നത്. അതെ 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 അതെ. അദ്ദേഹത്തിന് ഇന്ത്യൻ സംസ്കാരത്തോടും നമ്മളുടെ ഇതിനോടുള്ള ആ ആഭിമുഖ്യം എന്തുമാത്രം മമതയുണ്ട്, എന്തുമാത്രം ആദരവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതെ അതെ. ട്രാൻസ്ലേഷന്റെ ഇത് വെച്ചിട്ടാണ്. അതെ അതെ, ട്രാൻസ്ലേഷൻ വെച്ചിട്ടായി പറയുന്നത്. അതെ 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 പറയുന്നത്. അതെ അതെ. വെറുപ്പോടുകൂടി അത് നശിപ്പിച്ചെന്ന് പോലെയൊക്കെ പറയുന്നത്. അതെ അതെ അതെ. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കാത്തതാണ്. അതെ അതെ അതെ. അല്ല, നമ്മുടെ ഭാഷയിലുണ്ടാകുന്ന ആ എക്സ്പ്ലനേഷൻസ് യാതൊരു കാരണവശാലും ഒരു ഭാഷ മറുഭാഷയിലേക്ക് മാറുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. അത് അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവരത് നല്ല അർത്ഥത്തിൽ അവർക്കെടുക്കാനറിയാം. നമ്മൾ അതിനകത്ത് കയറി നമ്മുടെ വിജ്ഞാനം വിളമ്പേണ്ട ആവശ്യമില്ല. കാരണം ഇത് വേറൊരു സമൂഹത്തിന് വേണ്ടിയാണ് എഴുതിയത്, ഇന്ത്യക്കാർക്ക് വേണ്ടി മാക്സ് മുള്ളർ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് മാക്സ് മുള്ളർ ഇന്ത്യയിൽ പോലും വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ കാര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അയാൾ ഇന്ത്യ വന്നിട്ടില്ല, അയാൾക്ക് ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അയാളത് ആ നാട്ടുകാർക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ അവരുടെ ഇതിലാണ്. രസകരമായൊരു കാര്യം, ഈ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ, പ്രശസ്തമായ ചെമ്മീൻ ജാപ്പനീസ് ഭാഷയിലേക്ക് ഇത് നടത്തി, ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ജാപ്പനീസ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ ഒരു സ്ത്രീയാണ്, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സ്ത്രീ തകഴിയോട് നേരിട്ട് ചോദിച്ചത് ഈ പരീക്കുട്ടിയും കറുത്തമ്മയും എന്തിനാണ് ആത്മഹത്യ ചെയ്തത്. അവർക്ക് മനസ്സിലായില്ല. അതായത് അവരുടെ സംസ്കാരം അനുസരിച്ച് ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഇവർ നല്ല സ്നേഹത്തിലല്ലേ, ഇവർക്ക് ജീവിച്ചൂടെ, ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അത് മനസ്സിലാക്കണം. നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെയും ആ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നും പറഞ്ഞ് ചെമ്മീനിലെ കഥ അവർ ആസ്വദിക്കുന്നുണ്ട്. ഇതാണ് ഈ വേറൊരു രാജ്യത്തേക്ക് മൊഴിമാറ്റം നടത്തുക. ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ നടക്കുന്നത് നമുക്ക് കിട്ടുമ്പോഴും. ഷേക്സ്പീരിയൻ ഡ്രാമാസ് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ഇത് തന്നെ പ്രശ്നം.
ദസ്തോവസ്കിയുടെ കഥ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്താലും ഇത് തന്നെ പ്രശ്നം. ടോൾസ്റ്റോയുടെ കഥ വന്നാലും കാര്യം ആ സംസ്കാരവും നമ്മുടെ സംസ്കാരവും തമ്മിൽ എന്തിന് നമുക്ക് ബംഗാളിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോൾ പറ്റുന്നില്ല. കാര്യം നമ്മളിപ്പോൾ നിസാരം ഇതിനകത്ത് ബാടി ബാടി എന്നുള്ള ബംഗാളി വാക്ക് മുഴുവൻ നമ്മൾ പൂന്തോട്ടം പൂന്തോട്ടം എന്നാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ എല്ലാത്തിലും ഈ വചനാമൃതത്തിലും ലീലാമൃതത്തിലൊക്കെ ഒക്കെ കിടക്കുന്നത് പൂന്തോട്ടം പൂന്തോട്ടം, അങ്ങനെ ഒരു വാക്കേ ഇല്ല. ബാടി ബാടി എന്ന് വെച്ചാൽ വളപ്പെന്നാണ്, വീടെന്നാണ്. അത് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോവും. അപ്പോൾ അത് മൊഴിമാറ്റത്തിൽ ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വറീഡാകണ്ട. അതിൻ്റെ സാരാംശം നല്ലതോ ചീത്തയോ എന്ന് മാത്രം, ഉദ്ദേശം മാത്രം നോക്കിയാൽ. അതെ അതെ, ഉദ്ദേശം നോക്കിയാൽ മതി. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കിട്ടുന്നത് എന്താണ്, അതാണ് നോക്കേണ്ടത്. അത് ഇതിവിടുത്തെ വലിയ പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യം വിളമ്പാനായിട്ട് ഈ വിളമ്പി ആരും തന്നെ പിന്നെ മാക്സ് മുള്ളർ ജീവിച്ച കാലത്ത് ജീവിച്ചവരുമല്ല. അതാ രസം. അതാണ് ഇതിൻ്റെ ഏറ്റവും. സ്വാമിജിയെ പോലുള്ളവർക്ക് ഒരു പരാതിയില്ല. ആ കാലത്തിരിക്കുന്ന ഏതിന് പ്രതാപ് മജുംദാർക്കൊരു പരാതിയില്ല, ശ്രീരാമകൃഷ്ണദേവന് പരാതിയില്ല. പരാതി മുഴുവൻ ഈ ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള പണ്ഡിതന്മാർക്ക്, സോക്കോൾഡ് പണ്ഡിതന്മാർക്കാണ്. അവർ ഇയാളെ കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലും. അതാണ്. ഓക്കെ, അതെ അതെ അതെ, അത് തെറ്റിദ്ധാരണയാണ്, തികച്ചും തെറ്റിദ്ധാരണയാണ്. നല്ല അതെ 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 അതെ. അത് ഒരാളുടെ ജീവിതം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ സംസ്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജർമ്മൻകാരൻ ആകെ 73 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അതിൽ 50 വർഷം അയാൾ ഇതിനു വേണ്ടി കളഞ്ഞത്. അയാൾക്ക് വേറെ ഒരു പണിയില്ലേ, ജർമ്മൻ സംസ്കാരമൊക്കെ എഴുതിയാൽ പോലും. അയാൾ അത്രമേൽ ആകർഷിക്കപ്പെട്ടിരുന്നു അതിനകത്ത്. പ്രത്യേകിച്ച് കേശവചന്ദ്ര സേനെ പോലുള്ളവരുമായിട്ടുള്ള റിലേഷൻ അയാളെ അത്ഭുതത്തോടു കൂടിയാണ് ഇന്ത്യ അയാൾ നോക്കിക്കണ്ടത്. ഉണ്ട് ഉണ്ട് ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. എങ്കിലേ അത് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ വരുള്ളൂ. കാരണം നമ്മളത് പൂർണ്ണമായി മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. ശാരദ ദേവി.